നിങ്ങൾക്കറിയാം ട്രംപിൻ്റെ പ്രപ്പോസൽ. ആ പ്രപ്പോസലിലാണ് ഗാസ, ഇസ്രായേൽ, അതേപോലെ ഹമാസുമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നേക്കണേ. അതിലേറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്തിരിക്കുന്നത് ഖത്തറിനെ കൊണ്ടാണ്. ഹമാസിനെ ഫോഴ്സ് ചെയ്ത് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പുതിയതായിട്ട് തന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് അത് നോക്കാം. നിങ്ങൾക്കറിയാം, ട്രംപ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ട് പാർലമെന്റിൽ പ്രസംഗിക്കുന്ന അത് അടുത്ത ശേഷം ഈജിപ്തിൽ ഈ പീസ് സമ്മിറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതായിരിക്കും. ഏകദേശം ലോകത്തിൽ 20ഓളം രാജ്യങ്ങളിലെ തലവന്മാരാണ് പങ്കെടുക്കുന്നത്. ഇമാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീറ്റ് സ്റ്റേമർ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നില്ല. പക്ഷേ ഇവിടുന്ന് മറ്റൊരു മന്ത്രിയാണ് ആ പീസ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. ഒരുവിധം അറേബ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് പിന്നീട് അവിടെ നടന്ന അപ്ഡേറ്റ്? ഏകദേശം ഇന്ന് രാത്രി അല്ലെ നാളെയോടുകൂടി, കാരണം ട്രംപ് വരുന്നതിന് മുമ്പ് ഈ ഹോസ്റ്റേജസിനെ മുഴുവൻ റിലീസ് ചെയ്യണം എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഡിമാൻഡും ഇസ്രായേലിൻ്റെ ഡിമാൻഡും. അതായത് അവർ റെഡിയാണ് എന്ന് AFP റിപ്പോർട്ട് ചെയ്യുന്നു, ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഹമാസുകൾ ഏത് സമയത്തും ഹമാസ് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യും. പിന്നീട് നമ്മൾ ഈ ഗാസയിൽ നടന്ന മറ്റുള്ള ഡെവലപ്മെന്റ് നോക്കാം. ഹമാസിന്റെ നേതാക്കൾ പറയുന്ന 7000-ഓളം അവരുടെ ആൾക്കാർ പല ഭാഗത്തുണ്ട് ലോകത്തിൻ്റെ. അതായത് ബോർഡറിലുണ്ട്, സിറിയയിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവരോട് തിരിച്ചു വരാൻ പറയുന്നു. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിനകത്ത് അടിയുണ്ടായി. ഇസ്രായേൽ IDF-നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പെർസിക്യൂഷൻ അത് തുടങ്ങി. പഴയ പോലെ ഇവർ തോക്കുയർത്തി വെടിവെച്ച് ഉള്ള ആഹ്ലാദങ്ങളൊന്നും നടത്തുന്നില്ല എന്നേ ഉള്ളൂ. ഹമാസിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസ്, അതായത് മിലിഷ്യ ടോപ്പ് ഒഫീഷ്യൽസ് പറയുന്നത് അവർ ഗാസ വിടാൻ തയ്യാറാണ്. അപ്പം അതിനകത്ത് മറ്റൊരു കൂട്ടർ പറയുന്നത് അവർ ഗാസ വിടാനും തയ്യാറല്ല, ഈ പറയുന്ന ആംസ്, വെപ്പൺസ് താഴെ വെക്കാനും തയ്യാറ്. അതാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് ഡിവൈഡ് ചെയ്യാനുള്ള പോസിബിൾ ചാൻസസ് ഉണ്ട്. ഒരു വിഭാഗം അത് വിടാൻ തയ്യാറാകും, മറ്റൊരു വിഭാഗം വിടാൻ തയ്യാറാകത്തില്ല. ഇപ്പം ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെ ആ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് പല ഡോക്യുമെൻസുകൾ, അമേരിക്കൻ മിലിറ്ററി ഡോക്യുമെൻസുകളൊക്കെ ലീക്കായി. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കറങ്ങുവാണ്. അമേരിക്ക ഇത് റിജക്റ്റ് ചെയ്തിട്ടില്ല, അക്സെപ്റ്റും ചെയ്തിട്ടില്ല. ഇത് അമേരിക്ക പ്ലാൻ ചെയ്ത് ഏകദേശം 6-7 മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനൊരു പീസ് സംഭവം വരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും ഒക്കെ കൂടെ ചേർന്ന് ഇങ്ങനൊരു ജോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിനകത്ത് അമേരിക്കയാണ് ഫോഴ്സിനെ ഹെഡ് ചെയ്യുന്നത്. 200 എന്നൊന്നും പറയുന്നത് ശരിയാവത്തില്ല. അത് ഏകദേശം 10,000-1500 കാണും. ചുമ്മാ പറയുന്നതാണ് 200 എന്ന് പറയുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഖത്തർ, സൗദി അറേബ്യ, അവർ കൂടി പോയി കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 100, 25, 50 അതിൽ കൊള്ളുന്നുമില്ല. കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ്. അത് ഇസ്രായേലിൻ്റെ കാരണം അവർക്കാണ് ടെറൈൻ കുറച്ചും കൂടെ നല്ലപോലെ അറിയാവുന്നത്. അപ്പോൾ അവരാണ് ഈ ജോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ ഹമാസ് എതിർത്തിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്. ടോണി ബ്ലെയറിനെ എതിർത്തിട്ടുണ്ട്. ഹമാസും പറയുന്നത് പാലസ്റ്റീൻ അതോറിറ്റിക്ക്, അതായത് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പാലസ്റ്റീൻ അതോറിറ്റിക്ക് അതിൻ്റെ ഭരണം കൈമാറാം. ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഒരിക്കൽ വെപ്പൺ എടുത്തിട്ടുള്ള ഒരു മിലിഷ്യ, പ്രത്യേകിച്ച് ഇസ്ലാമിക് റാഡിക്കൽ അതേപോലുള്ള ഗ്രൂപ്പ്, പിന്നീട് വെപ്പൺ താഴെ വെച്ച ചരിത്രം ലോകത്തെവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഹമാസിന് ചെയ്യാൻ പറ്റുന്നു? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരതിനെ ഒരു ഇസ്ലാമിക രീതിയിലോട്ട് അതിനെ കൊണ്ടുവന്ന് മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ആ പിന്തുണ തകർക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇതേപോലൊരു സമ്മിറ്റ് ഈ അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് സമ്മിറ്റ് തയ്യാറാക്കിയിട്ട് എല്ലാവരും കൂടെ അങ്ങ് അംഗീകരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന അടുത്ത ഇഷ്യൂ എന്തുവാ? ഈ രാജ്യങ്ങൾക്കൊന്നും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നീട് ഹമാസ് എന്ത് തെറ്റ് കാണിച്ചാലും ഈ രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിനെ കുറ്റം പറയും. ഇതാണ് ട്രാപ്പ് എന്ന് പറഞ്ഞത്. വലിയ ട്രാപ്പിലാണ് ഈ സംഭവം, ഈ സമ്മിറ്റ് എന്ന് പറയുന്നത്, പീസ് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഹമാസിനെ അവിടെ നിന്ന് ദൂരെ കളയുക.
അതേപോലെ ഇതിനകത്ത് 20 പരിപാടിക്കകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഹമാസിലുള്ള ആൾക്കാർ മുഴുവനും ഗാസ സ്ട്രിപ്പ് വിട്ടുപോകണം. ഇത് വിട്ട് ഇവരവിടെ പോവും. അടുത്ത ചോദ്യം, വിട്ടിട്ട് ഇവരെവിടെ പോവും? ഇത് വേറെ എവിടെയെങ്കിലും ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമോ? അതായത് ഈ ഫോഴ്സ് ഹമാസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിലിഷ്യ, അവർ 7,000 പറയുന്ന മിനിമം ഒരു 2,500-3,000 പേര് കാണും. ഇവരെ എവിടെ കൊണ്ട് ചെയ്യും? ഇവരെ അത് ഇവരെ ഫോഴ്സ് ആയിട്ട് എടുക്കും? ഇല്ല. പാലസ്തീൻ അതോറിറ്റി ഹമാസുമായിട്ട് 1% പോലും ഒത്തുപോകത്തില്ല. ഇനി അടുത്ത സംഭവമുണ്ട്. ഈ ഡീലിന്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും എന്നൊക്കെ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഈ മറ്റുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഫണ്ട് ചെയ്യണം, അതായത് റീബിൽഡ് ചെയ്യണം. ഇപ്പം ഇന്റർനാഷണൽ ഏജൻസികളുടെ മറ്റ് പല രാജ്യങ്ങളും കൊടുക്കുന്ന ആഹാരവും ഫുഡ് സംഭവങ്ങളൊക്കെ വെള്ളമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ട് ഫുഡും വെള്ളവും ഒക്കെ പുറത്തുനിന്ന് വരുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം എല്ലാത്തിനൊരു പരിമിതിയുണ്ട്. അതായത് പഴയ പോലെ പോക്ക് നടക്കത്തില്ല. കാരണം പഴയ രീതിയിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്? ഇവർക്കെല്ലാം ഇന്റർനാഷണൽ ഏജൻസി, ഇവരൊന്നും ജോലിക്കൊന്നും പോകത്തില്ല. അവിടെ ചെറിയ ചെറിയ കച്ചവടം പരിപാടികൾ. പിന്നീട് ഇവരെല്ലാം ഈ മദ്രസയിൽ പോയി ഈ പറയുന്ന ഈ ക്യാമ്പുകളുണ്ട്. അതായത് ഇസ്രായേലിനെതിരെ പല ക്യാമ്പുകൾ പാലസ്തീനിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഗാസയിലുണ്ട്. ഈ ക്യാമ്പിലാണ് ഇവർ വളരുന്നത്. ഇസ്മായിൽ ഹാനിയ ആണെങ്കിലും ഈ പറയുന്ന സിൻവാർ ആണെങ്കിലും ഇവരൊക്കെ ക്യാമ്പിൽ നിന്നാണ്, ഇതേപോലെ റെഫ്യൂജി ക്യാമ്പിൽ നിന്നാണ് വളർന്ന് അവസാനം ഇവർ പഠിക്കുന്നതിൻ്റെ മുഴുവനും മദ്രസ പഠനമാണ്. അത് ചെറുപ്പം മുതൽ ഇവർ തോക്കെടുക്കാൻ പഠിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറുപ്പത്തിൽ 5 വയസ്സ് 6 വയസ്സ് കുട്ടിക്ക് തോക്കെടുത്ത് കൊടുക്കുകയാണ് ഫയർ ചെയ്യാൻ. ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്കയെ തകർക്കണം. ഇപ്പം ഇങ്ങനെ വളർന്ന ഒരു ജനറേഷനാണ് ഇതിനകത്തുള്ളത്, പ്രധാനമായിട്ടുള്ളത്. അപ്പം അവരുടെ എല്ലാം കൂടെ ഒരു ക്ലബായിട്ടുള്ള സാധനമാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ സംഘടന, മിലിഷ്യ ഓർഗനൈസേഷൻ. അപ്പം ഇതിൻ്റെ അജണ്ട എന്ന് പറയുന്ന ബേസിക് ഇസ്ലാമിക് ഐഡിയോളജിയാണ്, അല്ലാതെ പാലസ്തീൻ എന്ന് പറഞ്ഞ ഐഡിയോളജി അല്ല. അപ്പം അതുകൊണ്ടാണ് ചില ഈ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളും കേരളത്തിൽ ഉൾപ്പെടെ ഉള്ളവർ, അതായത് സോഫ്റ്റ് തീവ്രവാദം, ഹാർഡ് തീവ്രവാദം, ഒറ്റ തീവ്രവാദമേ ഉള്ളൂ അതിൻ്റെ അകത്ത്, അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇതിന് വരുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ ഒരു സംഭവം ഇവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന ആംസ് ഉപേക്ഷിച്ച് അവിടെ വിട്ടുപോവുക. പിന്നീട് അവരവിടെ തിരിച്ചു വരുന്നില്ല. ഇവരെല്ലാം സെക്യൂരിറ്റി ഫോഴ്സായിട്ട് മാറ്റി. ഇതൊക്കെ നടക്കുന്ന കാര്യം നടക്കുന്നില്ല. ഒരാൾക്ക് ഒരിക്കലും ആംസ് എടുത്ത ഒരു പ്രത്യേക ഇതേപോലെയുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ, തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും ആംസ് തിരിച്ചു കൊടുക്കുന്നൊരു പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല, ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ കാര്യം. ലോകത്ത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് ഇസ്ലാമിക റാഡിക്കൽ തീവ്രവാദ ഗ്രൂപ്പാണ്. അപ്പം ഈ ഡീലിനകത്ത് പറയുന്നത്, നേരത്തെ കൊടുത്ത പോലെ ഇസ്രായേൽ അവിടെ വൈദ്യുതിയും വെള്ളവും സപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക്, അപ്പോൾ ഇനി അവിടെ ഇസ്രായേൽ ഇവർക്ക് നേരത്തെ ഇവരുടെ എത്ര ശതമാനം ആൾക്കാരെ ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെയൊക്കെ അവർ സഹായിച്ചിരുന്നു. കാരണം ഇവരുടെ കറൻസിയല്ല, ഇസ്രായേലി കറൻസി തന്നെയാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇനി ഫർദർ നടക്കില്ല. അതായത് മനസ്സിലാക്കാൻ പോകുന്നത്, അതായത് ഇന്നലെ ഇസ്രായേലിൽ നടന്ന ഒരു റാലിയുണ്ട്, അതായത് ഹോസ്റ്റേജസിനെ തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് സ്റ്റീഫൻ വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും മകളും പ്രസംഗിച്ചു. ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഹോസ്റ്റേജസിൻ്റെ സംഭവം നീണ്ടു നിൽക്കുന്നിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിൻ്റെ സപ്പോർട്ട് കുറയുന്നുണ്ട്. അത് സത്യം. കാരണം ആ റാലി കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ താങ്ക് യു ട്രംപ്, താങ്ക് യു എന്നൊക്കെ പറയുമ്പോഴും ഈ സ്റ്റീഫൻ വിറ്റ്കോഫ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേര് പറഞ്ഞപ്പം ആൾക്കാർ എതിർത്ത് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷനെ എങ്ങനെയെങ്കിലും തീർക്കണം. അതുപോലെ അറിയാൻ സാധിക്കുന്ന ഇസ്രായേലി ന്യൂസ് പേപ്പർ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത പ്രാവശ്യം അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ, ഈ പറയുന്ന റിട്ടയർമെൻറ്റിലോട്ട് പോകാനുള്ള താല്പര്യമാണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. കാരണം ഹോസ്റ്റേജസിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആ രാജ്യം ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതായത് ഇസ്രായേലിനും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഇസ്രായേലിൻ്റെ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു ഇറാനെ തകർക്കുക. അത് തകർത്തു. ഈ പറയുന്ന സിറിയ, ലെബനൻ, മറ്റുള്ള ഇസ്ലാമിക മിലിഷ്യ ഗ്രൂപ്പ് പ്രോക്സീസ് ഉണ്ട് ഇറാൻ്റെ, അതിനെ തകർത്തു. അപ്പോൾ ഈ പറയുന്ന ഗെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് പബ്ലിക്കിൻ്റെ ഗെയിൻ ചെയ്യാൻ വേണ്ടി നെതന്യാഹുവിന് സാധിച്ചില്ല
എന്നുള്ള സംസാരവും അതിൻ്റെ അകത്ത് പല സർവേകളിലും വരുന്നുമുണ്ട്. കാരണം ഇന്നലത്തെ റാലിക്കകത്ത് അതാണ് കാണുന്നത്. ഏതായാലും ഈ സംഭവത്തോടു കൂടി ഒരു അപ്പർ ഹാൻഡ് ഇസ്രായേലിന് കിട്ടുകയാണ്. കാരണം ഈ പറയുന്ന ഗാസ എന്ന് പറയുന്ന ആ സ്ട്രിപ്പ്, അതായത് 2 വർഷം മുമ്പുള്ള രീതിയിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടി പല എക്സ്പേർട്ടുകളും പറയുന്നത് അതിന് ഏകദേശം 12 മുതൽ 15 വർഷം വരെ സമയമെടുക്കും പഴയ പോലെ ആക്കിയെടുക്കാൻ. കാരണം 93% വീടുകളും വലിയ വലിയ കെട്ടിടങ്ങളും ഇതൊക്കെ അങ്ങ് പോയി, അതൊന്നും ഇല്ലാതായി മാറി. അതാണ് അവിടുത്തെ സ്ഥിതി. ഏകദേശം 53 മില്യൺ എങ്ങാണ്ടാണ് ഈ റബിൾസ്, അതായത് കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ, റോഡുകളും ഇല്ല, ഒന്നുമില്ല, എല്ലാം കുളമായി നാശമായി മാറി. പിന്നെ അത് റീബിൽഡ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഏകദേശം $40 ബില്യൺ ചിലവുണ്ടാവുമെന്നാണ് പറയുന്നത് പഴയ പോലെ ആക്കിയെടുക്കാൻ. അപ്പം ഇത്രമാത്രം സംഭവങ്ങളാണ് ഈ ഗാസയുടെ മുമ്പിൽ ഹമാസും ഈ പറയുന്ന പലസ്തീൻ അതോറിറ്റി ഇതൊക്കെ നേരിടാൻ പോകുന്നത്. ഇതിന് പഴയ പോലെ ഗ്ലോബലായിട്ട് അറേബ്യൻ രാജ്യങ്ങളും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും പഴയ പോലെ ഇതിന് പിന്തുണ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനുള്ള സെക്കൻഡ് ഫേസും തേർഡ് ഫേസിൽ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഹമാസ് പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ട് പലസ്തീൻ അതോറിറ്റിക്ക്, അതായത് ഇതിന് മോണിറ്റർ ചെയ്യുന്ന ടോണി ബ്ലെയറും അമേരിക്കയായിരിക്കും, അമേരിക്കൻ പട്ടാളവും ഈ പറയുന്ന ഗ്രൂപ്പും ഒക്കെ ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മുഴുവനും യൂട്ടേൺ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ സംഭവം. ഏതായാലും ട്രംപിൻ്റെ ഈ പറയുന്ന പീസ് അക്കോർഡ് അത് ഇത്ര നാൾ സക്സസ് എപ്പോഴും രാത്രിയിൽ അറിയാം. അവരെല്ലാം വിട്ടുകൊടുത്ത് ഈ പറയുന്ന സ്വാപ്പ് ചെയ്യുമ്പോൾ പാലസ്തീനിലെ അവിടെ ഇവരുടെ ജയിലിൽ കിടക്കുന്ന ജീവപര്യന്തം ജയിലിൽ കിടക്കുന്ന പല ആൾക്കാർ ഇവരും വിട്ടുകൊടുക്കുക. ഏകദേശം 2000-ഓളം പേരെ ഇവർ വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ഭയങ്കര ചെറിയ തോതിലായിരിക്കത്തില്ല ഈ പറയുന്ന രാജ്യങ്ങളെയൊക്കെ ബാധിക്കാൻ പോകുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, പഴയ പോലെ അറബ് രാജ്യങ്ങൾ നേരത്തെ, ഞാൻ ഈ പറയുന്നത് ഈ ഒക്ടോബർ 8 അതിനുശേഷമുള്ളതിൽ, അതിന് മുമ്പ് എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ ഈ പാലസ്തീൻ കോസിനെ ഇസ്രായേലിനെതിരെ ആ ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, സെക്കൻഡ് ചോദിക്കാം, നിങ്ങൾക്കറിയാം ആകെ ലോകത്ത് 2 രാജ്യങ്ങളേ ഉള്ളൂ ജെറുസലേമിൽ എംബസി ഓപ്പൺ ചെയ്തത്. ഒന്ന് അമേരിക്ക, രണ്ടാമത് അർജന്റീന. ഈ പറയുന്ന ഖത്തർ ഉൾപ്പെടെ ഈ അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും ജെറുസലേമിൽ ഇവരുടെ എംബസി ഓപ്പൺ ചെയ്യും. ഇതോടുകൂടെ മനസ്സിലാക്കാൻ പോകുന്നൊരു കാരണമുണ്ട്, ഈസ്റ്റ് ജെറുസലേം പാലസ്തീൻ്റെ ക്യാപിറ്റൽ, ആ സംഭവം നടക്കാൻ പോകുന്നില്ല. ഈ അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലോട്ട് വരും. കാരണം UAE ആയിട്ട് നല്ല റിലേഷൻഷിപ്പായി. അതുമല്ല, പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്നതല്ല, പല ലീക്ഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ 2-3-4 വർഷം കൊണ്ട് ഈ ഇസ്രായേലിന് അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ്, സൈബർ സെക്യൂരിറ്റി, ഇതിനെല്ലാം ഇസ്രായേലി കമ്പനികളാണ് ഇവരെ സഹായിക്കുന്നത്. ഇതൊക്കെ ഓരോ ഡോക്യുമെൻറ്റ്സ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിയോസ് പലതും ലീക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഏജൻസിയാണ്, ന്യൂസ് ഏജൻസിയാണ്. അതായത് മനസ്സിലാക്കേണ്ടത് ഈ പുറത്തു പറയുന്നതല്ല, ഇവരുടെ തമ്മിൽ നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു ഇത് കണ്ടത്, ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഇസ്രായേലി നെഗോഷിയേറ്ററെ കെട്ടിപ്പിടിക്കുന്നൊരു ഫോട്ടോ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ഇവർ വെറുപ്പൊന്നുമില്ല, ഇവർ തന്നെ നല്ല ബന്ധമാണ്. ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ സെക്യൂരിറ്റി വലിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് അവർ അമേരിക്കയെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി വരുവാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ സേഫ് സോണിലാവും. കാരണം പിന്നെ അവരാരും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇറാനാണ്. ഇറാനെ ഇസ്രായേൽ തീർത്തും കൊടുത്തു. ഇനി ഫർദറായിട്ട് ഷിയ രീതിയിലുള്ള ഏതെങ്കിലും പ്രോക്സീസോ അറ്റാക്കോ ഈ രാജ്യങ്ങൾക്ക് വരികയാണെങ്കിൽ അത് ഇസ്രായേൽ ഏറ്റെടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഈ സമ്മിറ്റിൽ ഇസ്രായേൽ മനഃപൂർവ്വം പങ്കെടുക്കുന്നില്ല. കാരണം ഇത്രയും അറബ് രാജ്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഈ ഹമാസും പങ്കെടുക്കുന്നില്ല. പക്ഷേ ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തമാണ്. അതാണ് ഓരോ തെളിവുകൾ വന്നുകൊണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലിനെ വേണം. കാരണം ടെക്നോളജി ആണെങ്കിലും പുതിയ രീതിയിലുള്ള അഗ്രികൾച്ചർ ടെക്നോളജി ആണെങ്കിലും അതേപോലെ തന്നെ
ഇവരുടെയൊക്കെ സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ ഇവരുടെയൊക്കെ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി, ഈ രാജ്യങ്ങൾക്ക് പ്രാധാന്യം, ഇതൊക്കെ രാജഭരണവും കിങ്ഡം ഒക്കെയാണ്. ഏത് സമയത്തും തെറിക്കുക. ആ സ്റ്റെബിലിറ്റി ഇവർക്ക് വേണം. അതിനെപ്പോഴും അമേരിക്ക ദൂരെ നിന്ന് സഹായിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇസ്രായേൽ കൊണ്ട് ഖത്തറിൽ ബോംബ് ഇട്ടത്. പൊളിറ്റിക്കോ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ന്യൂസ് മാഗസിൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഖത്തറിൽ ബോംബ് ചെയ്തോടുകൂടിയാണ് ഖത്തറങ്ങ് ഒതുങ്ങിയിട്ട് അറബ് രാജ്യങ്ങളങ്ങ് ഒതുങ്ങി. പിന്നെ ആർക്കും ബോംബും തല വീഴും എന്നുള്ള പേടിയായി. അവിടെയാണ് മുഴുവനും ടേൺ അറൗണ്ട് ചെയ്ത് പെട്ടെന്ന് ഡീല് സൈൻ ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ, അറബ് രാജ്യങ്ങൾക്ക് ഇന്ന് ഇസ്രായേലിനെ വേണം. ആ രീതിയിലാണ് ട്രംപ് ഇസ്രായേലിനെ മാറ്റിയെടുത്ത് അവരുടെ കയ്യിൽ വിട്ട് കൊടുത്തത്. ഇതാണ് ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ആരുടെ വിജയമാണ്? ഇസ്രായേലിൻ്റെ വിജയമാണ്, ട്രംപിൻ്റെ വിജയമാണ്. ഹമാസ് ഇല്ലാതായിപ്പോയി. ഇനി ഇസ്രായേലിനെ എതിർക്കുന്ന ഏതെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളോ മിലിഷ്യ ഗ്രൂപ്പിനെ അറബ് രാജ്യങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആ രീതിയിലാക്കിയെടുത്തു ട്രംപ് ഇസ്രായേലും ചേർന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ ആ ഒരു ഫോർമേഷൻ ആക്കിയതോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ശത്രു രാജ്യമല്ലാതായി അറബ് രാജ്യങ്ങൾക്ക് മാറി തുടങ്ങി.